ഞാൻ നിങ്ങളുടെ സുധീഷ് മംഗലശ്ശേരി. ഇന്ന് നിങ്ങൾക്ക് മുന്നിലായിട്ട് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും മാമാങ്കത്തിനെ പറ്റി ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ കുംഭമേളയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളേവരും ടി വിയിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നത് ഇപ്പോഴത്തെ നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേളയെ പറ്റിയുള്ള ചർച്ചകളാണ്. എന്താണ് കുംഭമേള അല്ലെങ്കിൽ എന്താണ് മാമാങ്കം? നമുക്ക് ഏകദേശം 271 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നുപോയ ഒരു ഉത്സവമാണ് മാമാങ്കം എന്ന് പറയുന്നത്. മാമാങ്കം എന്ന് പറയുമ്പോൾ എല്ലാവരും ചില കാരണങ്ങൾ മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അവിടെ ഇതുപോലെ യുദ്ധങ്ങൾ നടന്നു, അല്ലെങ്കിൽ ചാവേറുകളുടെ ഒരു പരസ്പരമുള്ള പോരാടലും മരണങ്ങളും നടന്നു. അതാണ് മാമാങ്കം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ശരിക്കും മാമാങ്കം എന്ന് പറഞ്ഞാൽ അതല്ല. അന്ന് നടത്തപ്പെട്ടിരുന്നത് വാണിജ്യപരമായ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതല്ലെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള ചാവേറുകളുടെ പരസ്പരം പോരാടിയുള്ള യുദ്ധങ്ങളുണ്ടായിരുന്നു. പിന്നെ വിൽപ്പനകളുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നതാണ് ഭാരതപ്പുഴയുടെ തീരത്ത്. അത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. ശരിക്കും ഹൈദരാലിയുടെ ആക്രമണം ഉണ്ടായപ്പോൾ സാമൂതിരി ഉൾപ്പെടെയുള്ളവരുടെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇത് നിന്നുപോയത്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ വെറുതെ ഒന്ന് ഗൂഗിളിലത്തെ വായിച്ച് ചെയ്യിപ്പിക്കാം നിങ്ങൾ. ഭാരതപ്പുഴയുടെ തീരത്ത്, അതായത് തിരുനാവായ 12 വർഷത്തിലൊരിക്കൽ മാഘമാസത്തിലെ മകം നാളിൽ നടത്തിയിരുന്ന വലിയൊരു വാണിജ്യ, സാംസ്കാരിക, രാഷ്ട്രീയ ഉത്സവമാണ് മാമാങ്കം. 28 ദിവസം നീണ്ടു നിന്നിരുന്ന ആഘോഷമായിരുന്നു മാമാങ്കം. വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള അധികാര തർക്കങ്ങളും ചാവേറുകളുടെ പോരാട്ടവും കൊണ്ട് ചോര കൊണ്ടെഴുതിയ ചരിത്രമാണ് മാമാങ്കം എന്ന് പറയുന്നത്. മാമാങ്ക ചരിത്രത്തിന്റെ പ്രധാന വശങ്ങൾ. ഉത്സവം ചേര രാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയെന്ന് കരുതപ്പെടുന്നു. മാഘമാസത്തിലെ മകം നാളിൽ നടക്കുന്നതിനാൽ മാമാങ്കം എന്ന് പേര് വന്നു. വാണിജ്യ, സാംസ്കാരിക ഉത്സവം. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും റോം, ചൈന, അറബി നാടുകൾ വ്യാപാരികൾ ഇവിടെ എത്തിയിരുന്നു. കരകൗശല വസ്തുക്കൾ, പട്ടുവസ്ത്രങ്ങൾ, ആയോധന കലകൾ, മല്ലയുദ്ധം എന്നിവ മാമാങ്കത്തിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. രാഷ്ട്രീയ പ്രാധാന്യം. മാമാങ്കത്തിന്റെ രക്ഷാധികാരി ബ്രാക്കറ്റിൽ നിലപാട് തറയിൽ ഇരിക്കുവാനുള്ള അവകാശം ആരായിരിക്കണം എന്നതിനെ ചൊല്ലി വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇത് വള്ളവനാട്ടുകാർ ചാവേറുകളെ അയക്കുന്നതിലേക്ക് നയിച്ചു. സാമൂതിരിയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വള്ളവനാട്ടിൽ നിന്ന് ചാവേറുകൾ വരികയും സാമൂതിരിയുടെ സൈന്യത്തോട് പോരാടി മരിക്കുകയും ചെയ്തിരുന്നു. മാമാങ്കം കേവലം ഒരു ഉത്സവമായിരുന്നില്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും ആയോധന വീര്യവും വിളിച്ചോതുന്ന ഒരു മഹാസംഭവമായിരുന്നു. ഇനി കുംഭമേള എന്നൊരു വാക്കിലേക്ക് വരാം. കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെടുന്നത് മലപ്പുറം തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവമാണ്. 12 വർഷത്തിലൊരിക്കൽ മാഘമാസത്തിൽ നടക്കുന്ന ഈ പുണ്യസ്നാന ചടങ്ങ് പ്രാചീന കാലത്തെ മാമാങ്കവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെയും ഉത്തരഭാരതത്തിലെ കുംഭമേളയുടെയും കേരളീയ രൂപമാണ്. നിള നദിയുടെ തീരത്ത് നടക്കുന്ന ഈ ചടങ്ങിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. ആചാരങ്ങൾ: ആരതി, രഥയാത്ര, പ്രത്യേക മോക്ഷപൂജകൾ, പുണ്യസ്നാനം എന്നിവയാണ് ഈ ഉത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങുകൾ. ആ കുംഭമേളയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. 12 വർഷത്തിലൊരിക്കലാണ് അതിൻ്റെ നടത്തപ്പെടേണ്ട സമയം. അത് ഈ പ്രാവശ്യം ജനുവരി 16 മുതൽ ഫെബ്രുവരി 3 വരെ മലപ്പുറം തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്നു. ഇത്രയും വർഷത്തിന് ശേഷം നടത്തപ്പെടുന്ന കുംഭമേള, അതായത് 271 വർഷത്തിന് ശേഷം നടത്തപ്പെടുന്ന കുംഭമേള വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പങ്കെടുക്കണം. പിന്നെ ഈ വേളയിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ KSRTCക്ക് വിവിധ ഇടങ്ങളിലേക്ക് ട്രിപ്പുകളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കുണ്ട്, അതല്ല തീർത്ഥാടനപരമായിട്ടുള്ള ട്രിപ്പുകളുണ്ട്. അങ്ങനെ ഒട്ടനവധി ട്രിപ്പുകൾ നിറഞ്ഞാണ് KSRTCയുടെ ബസ് യാത്രകൾ. അപ്പോൾ ഞങ്ങൾ പലരും യാത്ര ചെയ്യാറുണ്ട്. നിങ്ങൾ KSRTCയുടെ ഓരോ ഡിപ്പോകളിലും ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ പ്രദേശത്ത് ഏത് KSRTC ഡിപ്പോയാണോ ഉള്ളത് ആ ഡിപ്പോയിൽ പോയി നമ്മളുടെ യാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ തിരക്കി കഴിഞ്ഞാൽ അവരതിൻ്റെ വിവരങ്ങൾ തരും. എത്ര രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് എന്നും എത്ര മണിക്കാണ് ആ ഡിപ്പോയിൽ നിന്നും ഏതെല്ലാം പ്രദേശത്തേക്ക് നമുക്ക് ടൂറിസ്റ്റ്പരമായ യാത്രകളുണ്ടെന്നും അല്ലെങ്കിൽ തീർത്ഥാടനപരമായുള്ള യാത്രകളുണ്ടെന്നും കൃത്യമായിട്ട് അവർ വിവരം നൽകും. കുംഭമേളയ്ക്ക് പോകണമെന്നുള്ളവർ നേരത്തെ തന്നെ അതാത് ഡിപ്പോയിൽ പോയി അന്വേഷിക്കണം. ഇപ്പം ഞാൻ ചേർത്തല ഡിപ്പോയുടെ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ചേർത്തല ഡിപ്പോയായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ മാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ചേർത്തല
ആലപ്പുഴ ഭാഗത്തു നിന്നുള്ളവർക്ക് ഈ ഡിപ്പോയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ബാക്കി പ്രദേശങ്ങളിലും അതാത് ഡിപ്പോയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ യാത്രകൾ ചെയ്യാൻ പറ്റും. ഓക്കെ.